ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും. എപ്പിസോഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ നല്ല ഒരു അടി നടക്കുന്നുണ്ട്. നൂറ, ആദില, അനുമോള് എന്തായാലും ആ ബുള്ളിങ് ഗ്യാങ് അക്ബർ, ആര്യൻ, നെവിൻ ഇവരുടെ 3 പേർക്കും ശരിക്കും അങ്ങ് കൊടുക്കുന്നുണ്ട്. ഇത്രയും വന്നിട്ട് പോലും, ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ട് പോലും ഇവരൊന്നും നന്നായില്ല എന്നുള്ളതാണ്. എന്തിനാണ് അവിടെ വിഷയം ഉണ്ടായതെന്നും ആരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചത് എന്നും ഇവർക്ക് ആലോചിക്കാനുള്ള ബുദ്ധിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ഇവരുടെ മനസ്സ് നിറച്ചും പകയാണ്. പകയെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പക സൂക്ഷിക്കുന്നത് അനുമോളോടാണ്. നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും വിചാരിക്കും നമ്മൾ അനുമോളെ ബൂസ്റ്റ് ചെയ്യുകയാണെന്ന്. അനുമോളെ ബൂസ്റ്റ് ചെയ്യേണ്ടി വരുന്നതാണ്, പറയേണ്ടി വരുന്നതാണ്. എന്ന് വെച്ചാൽ ഇവർക്കെല്ലാവർക്കും ആദിലേടത്തും നൂറയോടോ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണ്. പക്ഷെ അനുമോളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഇവർ അവരെയും ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ അനുമോളോട് എന്താണെന്ന് അറിയില്ല, ഇവർക്ക് ഇത്രയും വ്യക്തിവൈരാഗ്യം വരാനുള്ള കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ ഇത്രയും ദിവസം എപ്പിസോഡ് ലൈവും കണ്ടവർക്ക് എന്തായാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. അപ്പൊ പേഴ്സണലായിട്ട് വിഷയം എടുത്ത് മനസ്സിൽ വെച്ചിട്ട് അത് പ്രത്യേകമായിട്ട് ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ച് കോർണർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അതിൽ പെട്ടുപോയ ആളാണ് ഈ ഷാനവാസ്. ഷാനവാസിനോട് ദേഷ്യം വരാൻ കാര്യം ഈ അനുമോളെയും ആദിലെയും നൂറയും എല്ലാം സപ്പോർട്ട് ചെയ്ത് അനീഷിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഷാനവാസ് സംസാരിക്കാറുണ്ട്. പക്ഷെ അവരുടെ തെറ്റുകൾ കാണുമ്പോൾ ഷാനവാസ് കൃത്യമായിട്ട് തെറ്റാണെന്ന് പറയാറുമുണ്ട്. പക്ഷെ ഇവരങ്ങനെയല്ല. ഇപ്പുറത്തെ ഗ്യാങ് എങ്ങനെയാന്ന് വെച്ചാൽ അവർ തെറ്റ് ചെയ്താലും ആ തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ 3 പേര്, ആര്യൻ, അക്ബർ, നെവീൻ. അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അക്ബറിന്റെ കൂടെ നിന്നവരെല്ലാം പുറത്താകുന്നു എന്നുള്ളൊരു ധ്വനി എല്ലാവർക്കും അറിയാം. ധ്വനി മാത്രമല്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അക്ബറിനോട് ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ പുറത്തായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? ഈ അക്ബറിന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം നെഗറ്റീവ് ആകും. നമ്മൾ പറഞ്ഞത് നെഗറ്റീവ് ഉള്ളവരുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ആകും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ അക്ബർ മാനിപ്പുലേറ്റ് ചെയ്യാൻ മിടുക്കനാണ്. ഈ വെളിയിൽ വന്ന കണ്ടസ്റ്റൻസിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അക്ബറിന്റെ ആൾക്കാർ ഇപ്പോഴും വെളിയിൽ ഇവരെ വെച്ച് ഗെയിം കളിക്കുകയാണ്. ഈ വെളിയിൽ വന്നവരെ വെച്ച് ഗെയിം കളിക്കുകയാണ്. ഈ വെളിയിൽ വന്ന അനുമോൾക്കെതിരെ ഏറ്റവും കൂടുതൽ പറയുന്നത് ആരാണ്? ഈ ലേഡീസ് ആണ്. ഇവർക്ക് പ്രത്യേകം ഇവർ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ചാൽ ഇവർക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. എന്തിനാണ് നമ്മൾ അനുമോളോട് വാശി എടുക്കുന്നത്, വൈരാഗ്യം കാണിക്കുന്നത്? എന്നോട് എന്തു ചെയ്തു, ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഇതിന് ആരും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവരാരുടെയോ വലയിൽ ഇങ്ങനെ വീണ് പോയിട്ടുണ്ട്. അപ്പം അവര് കുത്തി കൊടുക്കുന്ന വിഷം എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിനകത്ത് ഗെയിം നടക്കുമ്പോൾ അക്ബർ അവിടെ ബാക്കിയുള്ളവരെ വെച്ച് ഗെയിം കളിക്കുന്നത് എന്താ വെച്ചാൽ മാനിപ്പുലേറ്റ് ചെയ്ത് അവനോടൊപ്പം കൂട്ടി പലരെയും പുറത്താക്കുന്നു. അതുപോലെയാണ് വെളിയില് അക്ബറിന്റെ ആൾക്കാർ. ഞാൻ കണ്ടിടത്തോളം എനിക്ക് തോന്നിയത് അക്ബറിന്റെ ആൾക്കാര് എന്ത് ചെയ്യുന്നു, ഈ എവിക്റ്റായി വരുന്നവരെ എല്ലാം പോയി സോപ്പിട്ട് പിടിച്ചിട്ട് അവരിൽ ഗെയിം കളിക്കുന്നു. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്തവരാണ് ഈ വെളിയിൽ പോയവരെ. ഇവർക്ക് അകത്തു നിന്നപ്പോൾ മനസ്സിലാവാത്തവർക്ക് ഇനി വെളി വരുമ്പോൾ മനസ്സിലാവുന്നത്. ഞാൻ വിചാരിച്ചു ഇവർക്കെല്ലാം വെളിയിൽ വരുമ്പോഴെങ്കിലും മനസ്സിലാവും ഇവൻ ഒരുത്തൻ കാരണമാണ് ഞങ്ങൾ പുറത്തായത്, ഞങ്ങൾ പുറത്താനുള്ള റീസൺ ഇവനാണെന്നുള്ളത്. അതെന്തോ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞതുപോലെ വെളിയിലും അകത്തും ഗെയിമാണ്. അക്ബർ അകത്ത് ഗെയിം കളിക്കുന്നു, അക്ബറിന്റെ ടീംസ് വെളിയിൽ ഗെയിം കളിക്കുന്നു, ഇവരെ വെച്ച്, ഈ കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട്. നമ്മളെല്ലാരും കണ്ടത് നെവിനെ വിളിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞിരുന്നു, നിനക്കിത് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇനി നീ ആരുടെയെങ്കിലും നേർക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിന്നെ ഉടനടി അപ്പോൾ തന്നെ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് നെവിൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ അവിടുന്ന് പോയി. ഇന്നത്തെ ടാസ്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കാറിലെ ടാസ്ക്. ആ ടാസ്കിലും ഈ പറയുന്ന നെവിൻ കോർണർ ചെയ്തിരിക്കുന്നത് അനുമോളയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ അനുമോളെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നതെന്ന് ഈ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ കണ്ടവർക്ക് മനസ്സിലാവും. അനുമോളെല്ലാം കാറിൽ ഇരിക്കുന്നു, നെവിൻ ആദ്യം പുറത്താകുന്നു. നെവിൻ എന്താണ് പിന്നെ ചെയ്തത്? നെവിൻ വെളിയിൽ പോകുന്നു, അനുമോളുടെ കബോർഡ് തുറക്കുന്നു, അനുമോളുടെ സാധനങ്ങൾ എടുക്കുന്നു, വെളിയിൽ കൊണ്ടുവരുന്നു, കളയുമെന്ന് പറയുന്നു, ഞാൻ ബെഡിൽ ഇടുമെന്ന് പറയുന്നു, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുന്നു. പിന്നെയും പോകുന്നു, കബോർഡിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് വരുന്നു. എല്ലാം അനുമോളെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് ഒരു ഒച്ചിനെ എങ്ങാണ്ട് പിടിച്ചിട്ട് അക്ബറിന്റെ അടുത്ത് കൊടുക്കുന്നു നെവിൻ അനുമോളുടെ ദേഹത്തിലാൻ. അപ്പോൾ ബിഗ് ബോസ് വിളിച്ചു പറയുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പം വേറെ ആരെയും കോർണർ ചെയ്യാതെ അനുമോളിലേക്ക് മാത്രം ഇവർ കേന്ദ്രീകരിക്കപ്പെടുന്നു. സത്യത്തിൽ അനുമോളുടെ PR ഇവരൊക്കെ തന്നെയാണ്. അനുമോൾ ഒരു ഗെയിമർ ആണോ, അല്ലെ അനുമോൾ എന്താണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഇതാണ് ഈ ഗെയിം. അനുമോൾക്ക് കണ്ടന്റ് കൊടുക്കുന്നത് ആരാണ്? ഈ എതിരെ നിൽക്കുന്നവർ. അവർ കോർണർ ചെയ്യുന്ന ആരെയാണ്? ഈ പറയുന്ന അനുമോളെയാണ്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് സപ്പോർട്ട് ആർക്ക് പോവും? അനുമോൾക്ക് പോവും. എന്നുവെച്ചാൽ ഇവർ രണ്ടുപേരുടെയും, ഈ ബുള്ളിങ് ഗ്യാങ്ങിനെയും ഇവരുടെ പറ്റ ഗേൾസിനെയും നമ്മൾ ഈ ത്രാസിലിട്ട് തൂക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പറ്റ ഗേൾസിന്റെ ഇത് താന്ന് തന്നെ ഇരിക്കും, ഈ ബുള്ളിങ് ഗ്യാങ്ങിന്റെ ഇത് പൊങ്ങിയിരിക്കും. കാരണം എന്താ? ഈ ബുള്ളിങ് ഗ്യാങ്ങുകൾ അവിടെ കാണിക്കുന്ന പ്രവർത്തികൾ ഈ ഈ പറയുന്ന ലേഡീസിനെതിരെ ആയിക്കോട്ടെ, അനുമോൾക്കെതിരെ ആയിക്കോട്ടെ, നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അനീഷിനെതിരെ, ഷാനവാസിനെതിരെ
ഇവർ നെഗറ്റീവ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. പല ഹിന്റുകൾ പല പ്രാവശ്യം, എന്തിനാണ് ഹിന്റ് മനസ്സിലായിട്ടില്ല എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഇൻസിഡന്റിൽ ബിഗ് ബോസ് ഈ നെവിനോട് പറഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവണ്ടേ നമ്മളിൽ നിന്ന് നെഗറ്റീവ് ഉണ്ടാകുന്നു എന്നുള്ളത്. പക്ഷെ അവരത് സമ്മതിക്കാൻ തയ്യാറല്ല. വേറൊന്നുമല്ല, അസൂയ, ഈഗോ, ഇതൊക്കെ തന്നെയാണ്. അതും ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് തന്നെ ചെയ്യുന്നു. അപ്പൊ അറിഞ്ഞുകൊണ്ട് അനുമോളെ ഉപദ്രവിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്, ലാലേട്ടൻ അന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് നെവിനെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം മാത്രമേ കാണത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കാനില്ല. ഞാൻ എന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ കൂടി വന്നാൽ ആദ്യം ഒന്ന് ചെറിയ ചൂടാകുന്ന പോലെ കാണിക്കും, പിന്നീട് ഒന്ന് മിനുസപ്പെടുത്തി ഒന്ന് തലകി തലോടി പോകുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. ഇത്രയും പേരെ വെച്ച് അവിടെ ഗെയിം കളിച്ചത് ആരാണ്? ശരിക്കും അവിടെ ഒരു മാനിപ്പുലേറ്റിംഗ് ഗെയിം കളിച്ച് ഇത്രയും ആൾക്കാരെ പുറത്താക്കിയത് ആരാണ്? ഇത്രയും ആൾക്കാർ പുറത്തു പോകാനുള്ള കാരണം ആരാണ്? അക്ബറാണ്. ഇതിപ്പോഴും മനസ്സിലാക്കാത്ത കുറെ പേര് വെളിയിൽ കിടന്നുകൊണ്ട് അനുമോളെ ചീത്ത വിളിക്കുന്നു. എനിക്കതാണ് മനസ്സിലാവാത്തത്. ഈ എവിക്റ്റായി പോയ ഒരു അനുമോളെ പറയുന്നത്. ഈ അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്നാൽ ഈ വെളിയിൽ പോയവർ ശരിക്കും ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഇവരെല്ലാം പുറത്താകാൻ കാര്യം ഈ അക്ബർ തന്നെയാണ്. അക്ബറിന്റെ കൂടെ എപ്പോൾ ചേർന്നോ അന്ന് മുതൽ നെഗറ്റീവാണ്. ഈ വെളിയിൽ വന്നവർ അത് കഴിഞ്ഞുള്ള കണ്ടസ്റ്റൻസ് ഔട്ട് ആവുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ അറിയാം. അക്ബറിനോട് പോകുന്നു, അക്ബറിന്റെ മാനിപ്പുലേഷനിൽ വീഴുന്നു, അക്ബർ നെഗറ്റീവ് ഗെയിം പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ ചർച്ച നടത്തുന്നു, അക്ബറാണ് ഇവിടുത്തെ വലിയ ഗെയിം പറഞ്ഞ അക്ബർ തോന്നിപ്പിക്കുന്നു, ആ തോന്നലിൽ ഇവർ വീഴുന്നു, അവസാനം ഇവർ പുറത്തു പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഷാനവാസ് തിരിച്ചു വരുമെന്നാണ്. ഷാനവാസ് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കയറുമായിരിക്കാം, നാളെയോ മറ്റന്നാളോ അറിയില്ല. എന്തായാലും ഇന്നത്തെ പ്രൊമോയിലൊന്നും കാണുന്നില്ല. ഇപ്പൊ നാളത്തെ എപ്പിസോഡിലോ അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിലോ സാറ്റർഡേ സൺഡേ ഉള്ള എപ്പിസോഡിൽ ഏതെങ്കിലും ഉറത്തിൽ കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു എവിക്ഷൻ നടന്നിട്ടുണ്ട് എന്നറിയുന്നു. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അക്ബറിന്റെ കൂടെ ഉള്ളവരായിരിക്കുമല്ലോ ഈ പോകുന്നത്. എന്തായാലും അങ്ങനെ ഒരു മഹാൻ പോയെന്നാണ് അറിയുന്നത്. നേരത്തെ പോകേണ്ടതാണ്. എന്തായാലും പോയി കിട്ടിയെന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ടും ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ലാലേട്ടൻ വന്ന് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവരെ തലോടിയെ വിടത്തുള്ളൂ ലാസ്റ്റ്. അത് ഒരു മരുന്നാക്കി വെച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യും? ഇനിയും ഈ അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്യും. ഇപ്പൊ എന്തായാലും കുറച്ചൊക്കെ അനീഷിലേക്ക് ഒന്ന് ചരിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ടാർഗറ്റിങ്. അതിന് നമുക്ക് അറിയണമെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള ലൈവിലൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഈ അക്ബർ ആണെങ്കിലും നിവിൻ ആണെങ്കിലും ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇവരുടെ മനസ്സിലുള്ള ആ ഒരു ഈഗോ മാറത്തേ ഇല്ല. ഇത് ഇവരുടെ വിചാരം ഇവർ വലിയ കളിക്കാരാണെന്നുള്ളതാണ്. ഇതിനകത്ത് വേറൊരു സംഭവം കൂടി നടന്നു. ഇന്ന് കാറിനകത്ത് ഇരുന്നുകൊണ്ട് അനുമോള് ഈ പറഞ്ഞ അക്ബറിനോട് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടപ്പെട്ടവരുടെ കാര്യം നേരത്തെ ആ നോമിനേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ പേര് പറ അല്ലെങ്കിൽ അത് ആരാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ശരിക്കുമുള്ള മറുപടി അവിടെ അനുമോള് കൊടുക്കുന്നുണ്ട്. നിനക്ക് അതിന്റെ ധൈര്യമാണ്, നീ ആ ധൈര്യത്തിലാണ് കളിക്കുന്നത്, നിനക്ക് ഇതിന്റെ ആളുണ്ടെന്ന് നമുക്കറിയാമെന്നുള്ളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. എപ്പിസോഡിൽ നിന്ന് മൊത്തത്തിൽ മുക്കി. എന്തായാലും അക്ബറിന് അനുകൂലമായിട്ട് വരണമല്ലോ. അതുപോലെ അക്ബറിന്റെ പാട്ട്, അവൻ പെട്ടെന്ന് പാട്ടുണ്ടാക്കാൻ മിടുക്കനാണല്ലോ. അവൻ അത് മാത്രമേ അറിയത്തുള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. പാട്ടുണ്ടാക്കാൻ ഒരു കഴിവ് സമ്മതിച്ചു കൊടുക്കണം. നിമിഷ നേരം കൊണ്ട് പാരഡി ഉണ്ടാക്കിക്കളയും. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നു. പക്ഷെ ബാക്കിയെല്ലാം നെഗറ്റീവാണ്. മാനിപ്പുലേഷൻ, കൊതി, നുണ, ഇതെല്ലാം പറയും. എന്നിട്ട് ആ ബീൻ ബാഗിൽ ചാരിയിരിക്കും. ഇതെല്ലാം കേട്ട് മാനിപ്പുലേറ്റ് ആകുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ബാക്കിയുള്ളവർക്കൊരു യുദ്ധത്തിൽ ഇറങ്ങും. ഇതാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നെവിൻ ആണെങ്കിൽ പ്രത്യേകം മാർക്ക് ചെയ്ത് ഈ ആര്യനും നെവിനും അനുമോളെ തന്നെ കേന്ദ്രീകരിച്ച് ഗെയിം കളിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? അനുമോൾക്കുള്ള സപ്പോർട്ട് പിന്നെയും കൂടിക്കൊണ്ടിരിക്കും. ഈ പൊട്ടന്മാർക്ക് അതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈഗോ, മനസ്സ് നിറയെ ഈഗോ, അസൂയ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ലത് ഏതാ ചീത്ത ഏതാന്നൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവും കാണത്തില്ല. ഒരാളോട് മാത്രമുള്ള എതിർപ്പ്, അല്ലെങ്കിൽ ആ ആളെ എങ്ങനെയെങ്കിലും തകർക്കണം, ഏത് രീതിയിലും പുറത്താക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രം നടക്കുന്ന ആള്. വേറെ കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അക്ബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാനിപ്പുലേഷൻ, ഇതുപോലെ മാനിപ്പുലേഷൻ ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തി ഒന്നുമില്ല. ആ ബീൻ ബാഗിൽ കിടന്നുകൊണ്ട് അടുത്ത് വന്നിരിക്കുന്ന ആളെ 10 മിനിറ്റ് കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കയ്യിലായി കളയും. അക്ബറിന്റെ കയ്യിലായി കളയും. എന്നിട്ട് അക്ബറിന്റെ ചരടുവലിയിലാണ് പിന്നെ അവര് പോകുന്നത്. നമ്മൾ ആദ്യം മുതലേ നമുക്ക് കണ്ടറിയാം. ആദ്യം മുതൽ ഇതുവരെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ എവിക്റ്റ് ആയവരെ ഉൾപ്പെടുത്തി ഇപ്പൊ അവിടെ നിൽക്കുന്നവരും ആയിക്കോട്ടെ, അക്ബറിനോട് ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് കളയും. അന്യായ കഴിവാണ് കേട്ടോ, എന്തോ പറഞ്ഞാലും. പക്ഷെ ആ ഒരു മാനിപ്പുലേഷൻ നല്ലൊരു ഗെയിമായിട്ട് കളിച്ചിരുന്നെങ്കിൽ അക്ബർ ഒരു കപ്പ് എടുക്കാനുള്ള എല്ലാ യോഗ്യത ഉണ്ടെന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ഇതെല്ലാം നെഗറ്റീവായി പോയി. നെഗറ്റീവ് ഗെയിമിലാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ അക്ബറിന്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അക്ബറിന്റെ ആൾക്കാർ പോകുന്നു, മറ്റുള്ളവരുമായിട്ട് അടി ഉണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, ബഹളം വെക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അക്ബർ അവിടെ ബീൻ ബാഗിൽ ചാരി ഇരുന്ന് ഇതെല്ലാം കാണുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ മരുന്നിട്ട് കൊടുക്കും, അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ 2-4-5 ബഹളമൊക്കെ ഉണ്ടാക്കും, പോയി മിണ്ടാതിരിക്കും.
ഇതിനകത്തെല്ലാം പെടുന്ന ആരാണ്? ഈ എവിക്റ്റായി പോയവർ തന്നെയാണ്. ഞാൻ പ്രത്യേകം പറയുന്നത് ഈ എവിക്റ്റായി പോയവരെല്ലാം അസൂയ കുശുമ്പും കൊണ്ട് നടക്കുന്നത് ഞാൻ പറയാൻ കാര്യം അവരുടെ ടാർഗറ്റ് അനുമോൾ ആയതുകൊണ്ടാണ്. എന്താണ് ഈ അനുമോൾ ഇവരോട് ഇത്രയും ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ജിസേലും ആര്യനും പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. എന്ന് വെച്ചാൽ അവരെ കുറിച്ച് അനുമോൾ അവിടെ പറഞ്ഞു, അത് ശരിയോ തെറ്റോ അത് അനുമോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു. അവര് പറയുന്നുണ്ട് അങ്ങനെ നടന്നിട്ടില്ലെന്ന് പറയുന്നു. ഇവർക്ക് വൈരാഗ്യം ഉണ്ടാവാം, ഏത് രീതിയിലായിക്കോട്ടെ. അവരെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അനുമോൾ അങ്ങനെ പറയാൻ കൊള്ളത്തില്ലായിരുന്നു, ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് അവര് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. ഈ പറഞ്ഞ ആര്യനും ജിസേലും ആണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്താണ് അനുമോളുമായിട്ട് വിഷയം? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത് അസൂയ കുശുമ്പ എന്നുള്ളത്. കൂടുതലും ഈ ലേഡീസ് കണ്ടസ്റ്റൻസ് ആണ് ഇതിന്റെ മെയിൻ ആൾക്കാര്. ഈ സീസണിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ലേഡീസ് കണ്ടസ്റ്റൻസ് ആരൊക്കെ ഇറങ്ങിയോ അവർക്കാണ് അനുമോളുമായിട്ട് വിഷയങ്ങൾ കൂടുതൽ. എന്ന് വെച്ചാൽ ഇവരെല്ലാം ഇവരെല്ലാം വലിയ ഗെയിമേഴ്സ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. നമ്മൾ ഈ ലൈവ് 24/7 കണ്ടവർ, എപ്പിസോഡ് കണ്ടത്, നമുക്കറിയത്തില്ല ഇവർ എത്രമാത്രം ഗെയിം കളിച്ചിട്ടുണ്ട്, ഇവരെല്ലാം നിൽക്കാൻ അർഹരാണോ എന്നുള്ളത്. എന്നിട്ടാണ് ഇപ്പൊ വന്നിട്ട് ഔട്ടായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാം അവിടുത്തെ വലിയ വലിയ കളിക്കാരായിരുന്നു, PR ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഔട്ടായി പോയത്, ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ അങ്ങ് ജയിച്ച് അങ്ങ് കമത്തിയാനെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറയും എനിക്ക് ചിരിയാ വരുന്നത് കേട്ടോ. അതെല്ലാം കേൾക്കുമ്പോൾ എന്ന് വെച്ചാൽ രോദനം, പരാജയപ്പെട്ടവരുടെ രോദനം. ഇനി ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മീഡിയയുടെ മുന്നിൽ പിടിച്ചു നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് വന്ന് പറയുന്ന പോലൊക്കെ എനിക്ക് തോന്നി. അവരുടെ നെഗറ്റീവ് എന്തായാലും അവർ സമ്മതിക്കത്തില്ലല്ലോ. പക്ഷെ വെളിയിലുള്ളവർക്കറിയാം, ആ കമന്റ് ബോക്സുകളൊക്കെ പോയി നോക്കിയാൽ മതി. അങ്ങനെ ഈ എവിക്റ്റായി പോയവരെല്ലാം പറയുന്നതിന്റെ വീഡിയോയുടെ കമന്റ് ബോക്സ് മാത്രം പോയി നോക്കിയാൽ മതി, ജനങ്ങൾ എങ്ങനെയാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. എല്ലാ സീസണിലും നമ്മൾ കാണുന്നതാണ് ഇതൊക്കെ, എല്ലാ സീസണിലും ഉള്ളതാണ്. സീസൺ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇവരെയൊക്കെ ആൾക്കാരൊക്കെ മറക്കും, ഇവർക്കും അറിയാം ഇവരെല്ലാം മറക്കും എന്നുള്ള കാര്യം. അത് ആകെ ഓർത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ആരെയൊക്കെ ഓർത്തിരിക്കും, ഉറപ്പായിട്ടും അനുമോളെ ഓർക്കും. ഈ സീസണെ കുറിച്ച് പറയുമ്പോൾ അനീഷിനെ ഓർക്കും, ഷാനവാസിനെ ഓർക്കും, ഒന്നുമില്ലെങ്കിലും അക്ബറിനെ ഓർക്കും, ആര്യനെ ഓർക്കും, നെവിനെ ഓർക്കും. ഈ 6 പേരെ അല്ലാതെ വേറെ ആരെയും ഈ സീസണെ കുറിച്ച് പറയുമ്പോൾ, ഇനിയിപ്പം 7, 8, 9 സീസൺ ആയിക്കോട്ടെ പറയുമ്പോഴാണെങ്കിലും ഈ 6 പേരുടെ പേരെ മുന്നിൽ വരുത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അവിടെ ഗെയിം കളിക്കാൻ വന്ന് ഔട്ടായി പോയി. ഇനി ഇവർ ഇവിടെ കിടന്ന് എന്തെല്ലാം ബഹളം വെച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഈ പറഞ്ഞത് തന്നെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അപ്പം ഇവർക്ക് എങ്ങനെയെങ്കിലും ലൈവായിട്ട് നിൽക്കണം, ഞങ്ങൾ വലിയ കളിക്കാരായിരുന്നു പറയണം. പക്ഷെ ഇവരാരും ഇവരെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ എപ്പിസോഡ് കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും കുറച്ച് അവിടെ ഇവിടെ കണ്ടു, കട്ടിങ്സ് കണ്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, വീട്ടിൽ ഇരുന്ന് മൊത്തത്തിൽ എപ്പിസോഡ് മൊത്തം ഒന്ന് കാണുക. അപ്പൊ നമുക്കുണ്ടായ ഫാൾട്ട് എന്താണെന്നുള്ളത് അവരവർക്ക് തന്നെ മനസ്സിലാവും. എങ്ങനെയാണ് ഞങ്ങൾ പുറത്താകാൻ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ആര് കാരണമാണ് ഞങ്ങൾ പുറത്താകാൻ കാരണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തായാലും വീക്കെൻഡ് എപ്പിസോഡാണ്, നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇനി നെവിനെതിരെ ലാലേട്ടൻ എന്ത് പറയും എന്നുള്ളത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുമായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നു. എന്തായാലും അത് കണ്ടിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റിവ്യൂ ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. നല്ല ഫേവറിസം എന്ന് പറയുന്നത് നമ്മുടെ അക്ബർ അണ്ണൻ അവിടെ തന്നെ ഉണ്ട്. അക്ബർ അണ്ണൻ ഇത്രയും വോട്ടുകൾ എവിടെ നിന്നാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും യൂട്യൂബ് പോളുകളിൽ എന്ന് വെച്ചാൽ യൂട്യൂബ് പോളിൽ ഒരു ഇമെയിൽ ID-യിൽ ഒരാൾക്ക് ഒരു വോട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, പോൾ ഇടുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു വോട്ടല്ലേ പോകത്തുള്ളൂ. വോട്ട് എന്നുള്ള സംവിധാനം ഈ യൂട്യൂബ് പോളിൽ നടക്കത്തില്ല. അത് 100% നമുക്ക് ഗ്യാരണ്ടിയാണ്. യൂട്യൂബ് പോളിൽ പോലും 10% എത്താൻ അതികഠിനമായി, അതും 3-4 ലക്ഷം വോട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് പോലും 10% എത്താൻ പാടുപെടുന്ന ഈ അക്ബർ എങ്ങനെ അവിടെ നിൽക്കുന്നു എന്നുള്ളത് ഭയങ്കര ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അതുപോലെ എല്ലാവരും സാബുമാന്റെ കാര്യം, ഈ വട്ടം സാബുമാനെ എന്തായാലും ലാസ്റ്റ് 2 ദിവസം കൊണ്ടാണ് വോട്ട് കയറിയത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ നെവിന്റെ ആ നല്ല പ്രവൃത്തി കാരണം, അനുമോളോടുള്ള നല്ല പ്രവൃത്തിയും ഷാനവാസിനോടുള്ള ആ പ്രവൃത്തിയും കാരണം എല്ലാവരും സാബുമാന് വോട്ട് കുത്തിയിട്ടുണ്ട്. അത് ഉറപ്പായ കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ പോളുകൾ 90% ഒക്കെ ആൾക്കാർ പുറത്താക്കണം എന്ന് പറയുന്നു. ഒരു 7, 8 അല്ലെങ്കിൽ 10% പേര് മാത്രമേ ഉള്ളൂ അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നത്. ബാക്കി 90% പേര് എതിരാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ലക്ഷങ്ങളുടെ പോൾ നടക്കുന്ന സ്ഥലത്തെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ബിബിയുടെ കളി എന്താണെന്ന് നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്തായാലും നാളെ വീക്കെൻഡ് എപ്പിസോഡ് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.